സർവശക്ത രക്ഷിക്കണേ. ഈശ്വര, എങ്കിലും എന്റെ ഈശ്വര, നിന്റെ തലയിലെടുത്ത് ഇങ്ങനെ ആയിപ്പോയല്ലോ. കുറ്റം ചെയ്തവരെയും രക്ഷിക്കണം, അവരെ പിടിക്കാൻ നടക്കുന്ന ഞങ്ങളെയും നീ രക്ഷിക്കണം. നിന്റെ ഒരു ഗതികേട്. കുഞ്ഞുങ്ങൾക്ക് വീസ് നടക്കുന്ന ദിവസം ഇന്ന മറക്കരുതേ. ആരാ അവള്? അറിയത്തില്ലേ? ചെന്തങ്ങുമുക്കിലെ ക്ലിയോപാട്ര, മാധവി എന്ന പേര്. ഉഗ്രം ബിസിനസ്. എന്താ കല്യാണി, വിശേഷമൊന്നും പറയാറായില്ലേ? ഇതാ ഞാൻ കൊച്ചമ്മയെ വിട്ടു വന്നേക്കാം. നീ ഒന്നും വയ്ക്കാനും വിളമ്പാനും നിൽക്കണ്ട, എല്ലാം ഞാൻ ഒന്ന് ചെയ്തേക്കാം. ശാലകളുള്ളൂ. എന്താണെന്ന് വെച്ചാൽ വാങ്ങിച്ചു കൊടുക്കും. എനിക്കൂടെ 2 രൂപ. പിന്നെ ഇങ്ങനെ കുടിച്ചു കളയാൻ എളുപ്പമാ. ഇതുണ്ടാക്കാൻ ഞാൻ പറഞ്ഞ പാട് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഇത് ബോംബെ കൽക്കട്ട ഒന്നുമല്ല. ചുവന്ന വിളക്കും കത്തിച്ച് ഇങ്ങനെ വാലും തുറന്ന് കാത്തിരിക്കാൻ. ഈ കളത്തിന് പോയാൽ നിങ്ങളെ കേട്ടച്ചാ ചെയ്ത പോലെ ഞാൻ നിങ്ങളെ ഒന്ന് അടിച്ചാക്കും. ഓ, നിന്റെ പട്ടിയുണ്ടല്ല, അവൻ എന്നെ കടിക്കും. ഭദ്രം പൊയ്ക്കും. അയ്യോ ഒരുമഞ്ഞ്, എന്താ ഇത്? വല്യങ്ങൊന്നിന് സുഖമില്ലാതെ കിടപ്പില്ല. അവിടെ വരെ ഒന്ന് വരണം. ഞാൻ ഡോക്ടറാണ്. എന്നാലും അങ്ങനെ പറയരുത്, ഉടപ്പറപ്പല്ലേ. നീ പറഞ്ഞാ പറയടാ. നിന്റെ വല്യങ്ങനെ തോന്നിയില്ലല്ലോ. കുടിയൻ, പെണ്ണെ പിടിയൻ, ധൂർത്തൻ എന്നൊക്കെ പറഞ്ഞും പറഞ്ഞിട്ട് എന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചില്ലേ? എടാ, 6 മാസമാണ് ഞാൻ ജയിലിൽ കിടന്നത്. ഒരു പട്ടി എന്നെ അന്വേഷിച്ചില്ല. ചാകുന്നവരൊക്കെ ഇപ്പൊ ചാകട്ടാ പാമ്പറ. കുഞ്ഞിനെ ഞാൻ ഇത് അറിയിച്ചില്ലെന്ന് വേണ്ട. ഇനി കുഞ്ഞിന്റെ ഇഷ്ടം. ഞാൻ പോകുന്നു. പിന്നെ ഇത് ദേഷ്യം കാണിക്കാനുള്ള സമയമല്ല. ഞാൻ പറയുന്ന ഒന്ന് കേൾക്കും. കണ്ടമാനം സ്വത്തും പണമുള്ള നിങ്ങളുടെ ചേട്ടൻ മരണസമയത്ത് കണ്ണീരുമായി നിൽക്കുന്ന നിങ്ങളെ കാണുമ്പോൾ ഇതിൽ എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല. നമ്മുടെ കഷ്ടമൊക്കെ തീരുകയും ചെയ്യും. ഗോപാൽ അതിന് കള്ളം കുറ്റി അവിടെ കയറി ഇരുന്നു. ഞാൻ പറയുന്നൊന്ന് കേക്ക്. അവസാന നിമിഷം വരെ അദ്ദേഹം അന്വേഷിച്ചത് നിന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം പോലും എനിക്കില്ലായിരുന്നു. ഇപ്പോഴെങ്കിലും വന്നല്ലോ. ഞാൻ ഇന്നൊരു പുതിയ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മകളുമായി മാനം മര്യാദയായി എവിടെയെങ്കിലും ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളൂ. പക്ഷേ ഈ നിലയിൽ ചേട്ടത്തിയമ്മയും ബാബുമോനെ ഉപേക്ഷിച്ചിട്ട് പോയാൽ ചേട്ടന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടുമോ ചേച്ചി? ഇട്ടും പൊട്ടും തിരിയാത്തൊരു കുഞ്ഞാണ് ബാബു. അവനെ മാത്രം കാത്തു സൂക്ഷിച്ചാൽ പോരാത്ത അവസ്ഥയിലാണ് ഞാനിപ്പോ. ഈ നിലയിൽ ഞങ്ങളെ അനാഥരാക്കി അദ്ദേഹം പോയി. അനാഥരോ? ഞാൻ ജീവനോടിരിക്കുമ്പോഴോ? എന്റെ ചേട്ടൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ അളവറ്റ സ്വത്തും നിങ്ങളെ സംരക്ഷിക്കാൻ എനിക്ക് സാധിച്ചില്ലെങ്കിൽ ഈശ്വരൻ എനിക്ക് മാത്രമല്ലോ ചേട്ടത്തിയമ്മേ. പക്ഷേ ജയിലിൽ നിന്നും രോഗിയായി പുറത്തു വന്ന് എന്നെ ശുശ്രൂഷിക്കുന്നതിനോ
ഒരു നേരത്തെ ആഹാരം തരുന്നതിനോ മാധവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ ആരും ആയിക്കൊള്ളട്ടെ, എനിക്ക് അവളെ ഉപേക്ഷിക്കാനൊക്കെ ചേർത്തിയമ്മേ. ആരെ ഉപേക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ചെത്തി വിഷമിക്കണ്ട, ഞാൻ ഉടനെ പോയി അവളെ വിളിച്ചോണ്ട് വരാം. ഒന്നുകൊണ്ടും പേടിക്കണ്ട. കൊച്ചമ്മേ, ആ ഗോപാലൻ കുഞ്ഞ് വെമ്പറന്നവരെയും കൊണ്ട് ഇവിടെ വന്ന് താമസിക്കാനാണോ പാവം? എനിക്കൊന്നും അറിയില്ല. അവരാരാണെന്നും അവരുടെ ജീവിത രീതി എന്താണെന്നും കൊച്ചമ്മയ്ക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ അങ്ങനെ ആരെയും കുറ്റപ്പെടുത്താൻ പാടില്ല. കൊച്ചമ്മയുടെ കൂടെ ഈ വീട്ടിൽ താമസിക്കാനുള്ള യോഗ്യത അവർക്കില്ല. കൊച്ചമ്മേ, എന്റെ യോഗ്യതയും പ്രതാപവും എല്ലാം കഴിഞ്ഞില്ലേ ശങ്കരൻ നായരെ? മോനെ, നമുക്ക് പോവാം. എന്റെ ഇടയിൽ കൂടെ ഇറങ്ങുവാനും വയ്യ. നമസ്കാരം കൊച്ചമ്മേ. അയ്യോ മാധവി, ഇതിവിടുത്തെ വേലക്കാരത്തിയാ. അവിടെ മോണ്ട കണ്ടപ്പോഴേ എനിക്ക് തോന്നി. ഓടേ പുറത്ത്. നിങ്ങളല്ലേ പറഞ്ഞത് ചേട്ടത്തിയമ്മ കണ്ട ഉടനെ തൊഴണമെന്ന്? ഇനി എന്നെ കൊണ്ട് വയ്യ, നിങ്ങൾ തൊഴുതു. എടുക്ക്. എന്താണടി നോക്കിക്കുന്നത്? ഓ, എ ക്ലാസ് ലേഡീസിനെ കണ്ടിട്ടില്ലായിരിക്കും. ഇതെല്ലാം മുഷിഞ്ഞതാ, വേഗം അലക്കി കിട്ടണം. എന്താ പറഞ്ഞത്? മാധവി, ഇതാ എന്റെ എടുത്തി. സാരമില്ല. എന്താ പേര്? മാധവിക്കുട്ടി. അയ്യോടാ, ചെന്തങ്ങുമുക്കിൽ മാധവിക്കുട്ടി എന്ന് കേട്ടിട്ടില്ലയോ? അതായത് റെഡ് കോക്കനട്ട് ജംഗ്ഷൻ എന്നും പറയാം. മാധവിക്കുട്ടിയുടെ പേരങ്ങോട്ട് പറഞ്ഞാ മതി, അടി കിട്ടുമായിരിക്കും. അത്രയ്ക്ക് പേരും പ്രശസ്തിയുമാണ്. അറിയാത്തൊരു പട്ടി പോലും കാണുകയില്ല. അത് ശരി. അല്ല, എല്ലാവരും അറിയുമെന്ന് അർത്ഥം. ശങ്കരനായരെ, ഇതൊക്കെ എടുത്തകത്ത് കൊണ്ടുവയ്ക്ക്. ആ മോന് മനസ്സിലായില്ലേ? ഞാനാണ് മോന്റെ ചിറ്റപ്പൻ. ആ, ചിറ്റപ്പന് സുഖമല്ല മോനെ, അരിഷ്ടം കുടിച്ചതാ. പിന്നെ ഇത് മോന്റെ കുഞ്ഞമ്മ, ഞാൻ മോന്റെ അങ്കിള്. വാ, മേല് കഴി ആഹാരം കഴിക്കാം. ഗോപാല, മോളിലത്തെ മുറി ശരിയാക്കിയിട്ടുണ്ട്. ഉവ്വ. കുളിച്ചിട്ട് വരൂ, ആഹാരം കഴിക്കാം. മാധവി കണ്ടോ ഇത്ര മനോഹരമായിരിക്കും നമ്മുടെ തോപ്പെന്ന്? തെങ്ങുണ്ട്, വാഴയുണ്ട്, നെല്ലുണ്ട്, എല്ലാ കൃഷികളും ഉണ്ട്. ഇറങ്ങി വാ. പിന്നെ ദേ നോക്കി, ആ തെക്കേ അറ്റത്ത് കാണുന്ന വാഴത്തോപ്പില്ലേ, അവിടം മുതൽ ഈ വടക്കേ അറ്റത്ത് കാണുന്ന തെങ്ങും തോപ്പുണ്ടല്ലോ, അതുവരെ നമ്മുടെ സ്ഥലമാ. അപ്പൊ നമ്മുടെ റബ്ബർ എസ്റ്റേറ്റ്? അതിവിടെയല്ല, ഇവിടുന്ന് 10 മിനിറ്റ് മേലെ അകലെയാ. പന്നിപ്പാറ എന്ന് പറയും. 115 ഏക്കറാ. അങ്ങോട്ട് വാ. ഒരു 4 കരിക്കും കൂടെ കൊച്ചമ്മയ്ക്കാ, വേഗം വേണം. കൊച്ചമ്മയ്ക്കോ? ഏത് കൊച്ചമ്മ? ഏത് കൊച്ചമ്മന്നോ? മാധവി കൊച്ചമ്മ. അല്ല, നമ്മുടെ ചെന്തങ്ങമുക്കിലെ ചരക്കല്ലേ അത്? മാധവിക്കുട്ടി കരിക്ക് കുടിക്കാൻ പകലേ ഇറങ്ങിയിരിക്കാൻ തോന്നുന്നു. എന്തെന്നോ? അതെ സാറേ, ചെന്തങ്ങമുക്കിലെ മാധവിക്കുട്ടി അത്. അനാവശ്യം പറഞ്ഞാലേ അടിച്ചതിന്റെ പല്ലിയാണ്ടായിട്ടേ. എന്താ നീ? എന്താടാ കൊച്ചമ്മയ്ക്ക് കരിക്കിടാൻ പറഞ്ഞപ്പോഴേ ഇവന്മാർ അനാവശ്യം പറയുന്നങ്ങനെ. പിന്നെ ഇതെന്താ വന്നിട്ടാകല്ലേ? മര്യാദയ്ക്ക് സംസാരിക്കണം. ഈ പറമ്പ് ഞങ്ങളെ വകയാ. അപ്പോഴേ നിങ്ങൾക്ക് തെറ്റ് പറ്റിയതാ. ഇത് മണിമംഗലത്ത് ഭവാനി അമ്മയുടെ വകയാണ്. അവർ എനിക്ക് പാട്ടത്തിന് തന്നിരിക്കുക, മനസ്സിലായോ? ഇതിപ്പോ ഒരു നാണക്കേട് വരാനുണ്ടോ? ഭവാനിയമ്മയുടെ മറ്റവരായിട്ട് നടന്നോ? എന്നിട്ട് പറച്ചില്ലോ പത്തപ്പോഴും എന്റെ നാടി പോലും. നിങ്ങളെ കൊണ്ട് കരിക്കടിക്കാൻ പറ്റിയോ? ഒരു മുതലാളി. ഇപ്പൊ മനസ്സിലായല്ലോ നിങ്ങളിവിടെ ആരുമല്ലെന്ന്. ഒന്ന് നിന്നങ്ങനെ തൊടുപുഴ കണ്ടോളാടാ.